സൂപ്പറായിട്ട് സൂപ്പർ സൂപ്പർ സൂപ്പർ. എല്ലാവർക്കും സിനി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ലാലേട്ടൻ നായകനായിട്ട് പൃഥ്വി ഡയറക്ട് ചെയ്ത് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ടാണ്. 2025 കാര്യമായിട്ടുള്ള വിജയങ്ങളൊന്നും തന്നെ നമുക്ക് നേടിയെടുത്തിട്ടില്ല. 2025 തുടക്കത്തിൽ രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫിലെ ചിത്രം, ഫെബ്രുവരി മാസത്തിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന കുഞ്ചാക്കോവൻ ചിത്രം മാത്രം വിജയമായിട്ട് മാറിയപ്പോൾ 2025 വമ്പം വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ വലിയ വിജയവും അതോടൊപ്പം തന്നെ പൃഥ്വിയുടെ അന്യായ മേക്കിങ്ങും ഒക്കെ ആണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം മാർച്ച് മാസം 27-ാം തീയതിയാണ് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നതെങ്കിൽ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായം തന്നെ ചിത്രം സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ഇത്ര മികച്ച രീതിയിൽ ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 1,000 കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയിട്ട് പോലും കളക്ട് ചെയ്യാം. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും തെലുങ്കിലും ഹിന്ദിയിലും ചിത്രം വൻ വിജയമായിട്ട് മാറും. എന്തൊക്കെയാണ് ചിത്രത്തിലും ബോളിവുഡ് താരങ്ങളുടെ സാന്നിധ്യവും ഹിന്ദി ഭാഷയുടെ സാന്നിധ്യവും ക്ലൈമാക്സിലെ റഷ്യൻ ഫൈറ്റ് സീനുകളും എല്ലാം തന്നെ ഗംഭീരമാക്കി ചിത്രത്തിനെ മാറ്റി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഓരോ ഫ്രെയിമും അന്യായ രീതിയിലാണ് പൃഥ്വി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലാണ് ചിത്രത്തിലെ പ്രസന്റ് കാലഘട്ടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാലഘട്ടം എല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണുള്ള റിപ്പോർട്ടുകൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മാജിക് അല്ലെങ്കിൽ സസ്പെൻസുകൾ കൂടി ചിത്രത്തിനുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ അല്ലെങ്കിൽ മറ്റൊരു താരത്തിന്റെ ഗസ്റ്റ് അപ്പിയറൻസ് കൂടി ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.